ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊണാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡ്. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 25 വയസ്സ്. നിലവിലെ GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? G. ശങ്കരക്കുറുപ്പ്. ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ദക്ഷിണ ധ്രുവം. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിം. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്? അയ്യങ്കാളി. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ. കേരള തീരപ്രദേശത്ത്, പ്രധാനമായും ചവറ, കാണപ്പെടുന്ന അറ്റോമിക ധാതു ഏതാണ്? തോറിയം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? കോറമണ്ടൽ തീരം. വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത്? നർമ്മദ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു? നെയ്യാർ വന്യജീവി സങ്കേതം. താങ്ക്സ് ഓൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.